ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുമായി നിങ്ങളിപ്പോൾ അകൽച്ചയിലാണ് ആണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, അവർ നിങ്ങളെ ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അവരുടെ കറൻറ്റ് സിറ്റുവേഷനും നമ്മളിവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. മനസ്സിലായോ? അപ്പോൾ അതിന് റീഡിങ്ങിന് മുൻപായി നിങ്ങളൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെയധികം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് വേണം വീഡിയോ കാണാൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അതുപോലെ വീഡിയോ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അവരുടെ കറണ്ട് സിറ്റുവേഷൻ ഒക്കെ ഒന്ന് നോക്കാതെ. സെവൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കിങ് ഓഫ് സോർഡ്സ്, ടെൻ ഓഫ് വാൻഡ്സ്, ടെൻ ഓഫ് സോർഡ്സ്, ത്രീ ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് സോർഡ്സ്, ഫൈവ് ഓഫ് കപ്സ്, ഹാങ്ഡ് മാൻ, ഫൈവ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ടു ഓഫ് കപ്സിൻ്റെ എനർജി, അതുപോലെ കിങ് ഓഫ് പെന്റക്കിൾസ്. ബോട്ടം വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് ആണ്. കണ്ടില്ലേ? ഇവിടെ ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ ഒരു റീഡിങ് എടുക്കുമ്പോൾ ത്രീ ഓഫ് കപ്സ് വരുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിലാണ്. ടെൻ ഓഫ് സോഡിൻ്റെ എനർജിയിലാണ്. നമ്മളിവിടെ ഫസ്റ്റിൽ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് സെവൻ ഓഫ് പെന്റക്കിൾസ് ആണ്. കാർഡ് ഞാൻ എല്ലാവരെയും കാണിച്ചിട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സെവൻ ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ കാലം കൊണ്ടേ നിങ്ങളിപ്പോൾ തീർച്ചയായിട്ടും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെയാണ്. നിങ്ങളിപ്പോൾ അല്ലാതെ കൂടിച്ചേർന്ന് സ്നേഹത്തിലിരിക്കുന്ന ഒരവസ്ഥയല്ല, അകന്നിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. ഒരു അകൽച്ചയുണ്ട്, നിങ്ങൾക്കിടയിലൊരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് അവരുടെ കറണ്ട് സിറ്റുവേഷനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അവർ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ വെയിറ്റിങ്ങിലാണ്, നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമല്ല, ഒരുപാട് കാലം കൊണ്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു എനർജി ബാധകമാകാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ബാധകമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നാളുകൾ കൊണ്ട് നിങ്ങളിവിടെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു. കാരണം ഈ ഒരു വ്യക്തി എന്നിലേക്ക് വരാതിരിക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്നേഹത്തിൽ അവർക്ക് വിശ്വാസമുണ്ട്, പരസ്പരം വിശ്വാസമുണ്ട്, ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാഴ്വാക്കുകളില്ല, അങ്ങനെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അവർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തന്നെ ഉറച്ച ചില പ്രോമിസുകളൊക്കെ നിങ്ങൾ തമ്മിൽ പരസ്പരം കൈമാറിയിട്ടുണ്ടാവാം. ഒരിക്കലും ഈ ബന്ധത്തിനൊരു വേർപാട് വരില്ല, ഒരിക്കലും എവിടെ പോയാലും തിരിച്ചു വരും എന്നൊക്കെ നിങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞിട്ടുണ്ടാവാം. ഇനി ഇതിനൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരണമെന്നും അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് കുറച്ചൊന്ന് വേർപാടിലാണെന്നാണ് കാണുന്നത്. കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് വന്നിട്ടുണ്ട്, അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഇപ്പോൾ നിങ്ങൾ
നിങ്ങളുമായിട്ട് കുറച്ച് അകൽച്ചയിലാണെന്ന് തന്നെയാണ് കാണുന്നത്. എന്നിരുന്നാൽ കൂടെയും നിങ്ങളെപ്പറ്റി ഇത്തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം കണ്ടില്ലേ, അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് ചതിവുണ്ടായി, ചീറ്റിംഗ് സംഭവിച്ചിരിക്കുന്നു. അവർ ഒത്തിരി സ്നേഹിച്ച് തേർഡ് പാർട്ടിയോടൊപ്പം പോയി. പക്ഷെ അവിടെ നിന്നും കർണ അവരെ പിടിവിട്ടില്ല. കാരണം നിങ്ങളെ അത്രമാത്രം അവർ വിഷമിപ്പിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. നിങ്ങളുടെ ഒരു കർമ്മയായിരിക്കണം, അതിനായിരിക്കണം നിങ്ങളെ തമ്മിൽ കൂട്ടി ചേർത്തിരിക്കുന്നത്. ഇത് കപ്പിൾസിന് അതുപോലെ തന്നെ മറ്റേ ഏതൊരു തരത്തിലുള്ള സ്നേഹബന്ധത്തിനും ബാധകമാണ് ഈ ഒരു റീഡിങ്. അത് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് എടുക്കണം കേട്ടോ. അപ്പൊ ഇവിടെ ആ തേർഡ് പാർട്ടിയോടൊപ്പം പോയപ്പോൾ തന്നെ ഒരു മെന്റലി ബ്രേക്ക് ഡൗൺ ആയ ഒരു അവസ്ഥയിലാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് ഒരു ചതി പറ്റിയിരിക്കുന്നത് പോലെ. കാരണം അവർ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത് ഇതാണ്, ഇടയ്ക്ക് ആരോ വന്നു, എന്തോ ഒരു ചതി അവർക്ക് പറ്റിപ്പോയി. അവർ എതിർച്ചയാ അവർ സംഭവിച്ചു പോയതാണ്, മനഃപൂർവ്വമല്ല. കാരണം ഇവിടെ മനഃപൂർവ്വമല്ല ഇത് സംഭവിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഇതാണ്, 2 of Cupsന്റെ എനർജി. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മനഃപൂർവ്വം സംഭവിച്ചതല്ല. ഇത്തരത്തിലുള്ള സ്നേഹം ഉണ്ടെങ്കിൽ മനഃപൂർവ്വം ഇവിടെ അവർ നിങ്ങളെ വിട്ട് മറ്റൊരാളിനോടൊപ്പം പോവുകയില്ല. മനസ്സിലായോ? എതിർച്ചയാ സംഭവിക്കുക, എന്തെങ്കിലുമൊക്കെ കാരണവശാൽ നിങ്ങളുടെ വ്യക്തി കാണാനൊക്കെ കുറച്ച് അട്രാക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ അവരോട് അടുത്തുകൂടാം. ഇനി അതുമല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ട് സ്നേഹം നടിച്ചിട്ട് കൂടാം. അങ്ങനെയായിരിക്കാം സംഭവിച്ചത്. അല്ലെങ്കിൽ സാമ്പത്തികത്തിന് വേണ്ടി അവരെ യൂസ് ചെയ്തിരിക്കാം. അങ്ങനെയും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ തന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ഇവിടെ എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവർക്ക് ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇവർ എഴുന്നേറ്റ് വരും. ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു കിടപ്പിൽ ഇത് കിടക്കില്ല. മനസ്സിലായി? ഇതിവിടെ പറ്റിപ്പോയി, ചതി പറ്റിയിരിക്കുന്നു. പക്ഷെ ഇതവർക്ക് മനസ്സിലാക്കി ഇവിടെ നിന്നും ഇത് തിരിച്ചറിഞ്ഞ് ഇവിടെ നിന്നും വരണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി പിടിക്കും. കാരണം പെട്ടെന്ന് നമ്മൾ ഒന്ന് വീണു, ഒരു അപകടം ഉണ്ടായി, നമ്മളിന്ന് താഴെ വീണു, പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ പറ്റുമോ? അപ്പൊ ചിലപ്പോൾ ചില സമയത്ത് അത് ആ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ആ ഒരു അപകടത്തിന് തീവ്രത കുറവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചാടി എഴുന്നേക്കാം. പക്ഷെ കുറച്ചുകൂടി തീവ്രത കൂടിയതാണെങ്കിലോ, കുറച്ചുകൂടി ഡീപ്പ് വൂൺസ് ആണെങ്കിലോ പെട്ടെന്ന് എഴുന്നേറ്റ് വരാൻ പറ്റില്ല, പെട്ടെന്ന് സുഖപ്പെടുകയുമില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് താമസിക്കും. ഇവിടെ 10 of Swords ആണ്, 10 വാൺസും, അതായത് 10 വാളുകളും ഇവിടെ പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ മേൽ. മനസ്സിലായി? അത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർ മാനസികമായിട്ട് ഒരുപാട് തകർന്ന ഒരു അവസ്ഥയിലാണ് ഇവരിവിടെ ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അവർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണുന്നത്. ഇനി ഇവിടെ നിന്നും അവർ വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, 3 of Pentaclesന്റെ എനർജിയാണ്. ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി അവർക്ക് നിങ്ങൾക്കിടയിൽ വന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത്. അവർക്കത് ആദ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളോട് മനഃപൂർവ്വം നിങ്ങളോട് വഴക്കിട്ട് പോയതും അല്ല, എതിർച്ചയാ സംഭവിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷെ അവിടെ നിന്ന് ഇപ്പൊ ഒന്ന് രക്ഷപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഇതാണ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. കണ്ടില്ലേ? 5 of Swordsന്റെ എനർജിയാണ്. കാരണം തീർച്ചയായിട്ടും ചീറ്റിംഗ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അവർ കുറച്ച് കള്ളം നിങ്ങളോട് കാണിച്ചു. നിങ്ങളോടൊന്നും ഇപ്പോൾ തുറന്നു പറഞ്ഞില്ല. എന്ത് സംഭവിച്ചെന്ന് നിങ്ങളോട് ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു ക്ലാരിറ്റിയോടുകൂടി അവർ വരും. പക്ഷെ ഇവിടെ അവർക്കൊരു കുറച്ചൊരു കള്ളം അവർ കാണിച്ചിട്ടുണ്ട് നിങ്ങളോട്. അവർക്ക് സംഭവിച്ചിട്ടുണ്ട്, ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. അവർ കള്ളം കാണിച്ചത് കൊണ്ട് തന്നെയാണ് അവർക്കത് സംഭവിച്ചത്. മനസ്സിലായോ? തീർച്ചയായിട്ടും അവർ കള്ളം കാണിച്ചിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ എന്തായാലും അതൊരു പെട്ടെന്ന് എതിർച്ചയാ സംഭവിച്ച ഒരു കാര്യമാണ്. അത് മനഃപൂർവ്വം ചെയ്തതുമല്ല. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അവർ ഇവിടെ ചീറ്റിങ്ങിലാണ് എന്നും കാണുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ ഹാങ്ഡ് മാൻ്റെ അവസ്ഥ വന്നേക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ഹാങ്ഡ് മാൻ്റെ അവസ്ഥ ഇനി എങ്ങനെ മുന്നോട്ട് വരും എന്ന് ആലോചിക്കുകയാണ്. ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥ. നിങ്ങളിൽ നിന്നും അകന്നുപോയി, അതുപോലെ തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് ചീറ്റിംഗ് ഉണ്ടായി. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഇനി അതുമല്ല, തേർഡ് പാർട്ടി ഒരു വ്യക്തിയല്ല, ഇനി അവരുടെ വീട്ടുകാരാണെങ്കിലോ തീർച്ചയായിട്ടും അവരാദ്യമൊക്കെ പറഞ്ഞത് കേട്ടു. അവിടെ നിന്നും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന്. കുറച്ച് കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്നും അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടാവണം. അപ്പൊ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ തയ്യാറാവണമെന്നുമില്ല. മനസ്സിലായി? അത്തരം ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് എന്നും കാണുന്നുണ്ട്. അതുപോലെ ഹാങ്ഡ് മാൻ ഇനി എങ്ങനെ മുന്നോട്ട് വരണം എന്ന് അവർ ചിന്തിക്കുന്നത് പോലെയാണ് കാണുന്നത്.
ഇവിടെ ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, തിരിച്ചറിവുകൾ വരുന്നുണ്ട്. ആദ്യമൊക്കെ അവർ ചിന്തിച്ചു എങ്ങനെ ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടണമെന്ന്. പക്ഷെ അങ്ങനെ ഇരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഈ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ ഇവിടെ റിവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. കണ്ടോ? അപ്പോൾ ഇത് വന്നിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിവിടെ ബോധോദയം ഉണ്ടായി, തിരിച്ചറിവുകൾ വന്നു. കണ്ടില്ലേ ഇവിടെ. മറ്റേത് നമ്മൾ സാധാരണ ഹാങ്ഡ് മാൻ ഇതാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു കാർഡ്, സാധാരണ ഞാൻ ഒരു കാർഡും ഇങ്ങനെ റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ നേരെയാക്കി തന്നെയാണ് റീഡ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ചാണ് കാർഡുകൾ നമ്മൾ വായിക്കുന്നത്, എടുക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ എന്താണ്, ഇത് ഇങ്ങനെ തന്നെ എൻ്റെ കയ്യിൽ വന്നതാണ്. അതുകൊണ്ട് അവർക്കിവിടെ തിരിച്ചറിവുകൾ വരുന്നുണ്ട്. ആദ്യമൊക്കെ അവർ കുഴഞ്ഞു മറിഞ്ഞ ഒരു ചിന്തയിലായിരുന്നു, എങ്ങനെ വരണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് തല നേരെ നിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർക്ക് മുൻപ് അവർക്ക് തല കീഴോട്ടായിരുന്നു, ഇപ്പോഴവർക്ക് തല നേരെ നിൽക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർക്ക് ചില ഐഡിയാസ് കിട്ടുന്നുണ്ട്, തിരിച്ചറിവുകൾ വരുന്നുണ്ട്. പ്രശ്നങ്ങൾ, ഇതിനിടയിൽ എന്ത് സംഭവിച്ചു അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോൾ അവർക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്, നല്ല വിവരവും വിജ്ഞാനവും ഒക്കെയുള്ള വ്യക്തിയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും ഒക്കെ അപകടം സംഭവിക്കാമല്ലോ, അല്ലേ? ചില പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം. പിന്നെ ഇവിടെ 10 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഇവിടെ ഒറ്റപ്പെട്ട അവസ്ഥ കണ്ടില്ലേ. ഇവിടെ അവർ അനുഭവിക്കുന്ന 5 ഓഫ് കപ്സിന്റെ എനർജി. ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്, ഓ ഞാൻ സ്നേഹിച്ചതുപോലെ അവരെന്നെ സ്നേഹിക്കുന്നില്ല, ഞാനിപ്പോൾ ഒറ്റപ്പെട്ടുപോയി, അവർക്ക് ഇപ്പോൾ എന്നോട് സ്നേഹമില്ല എന്നൊക്കെ. പക്ഷെ നിങ്ങളുടെ സ്നേഹം അവിടെ ഉണ്ട്, അതവർ മനസ്സിലാക്കുന്നില്ലായിരിക്കാം. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നല്ലതുപോലെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ, നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹമൊന്നും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. ഈ ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ എന്ന് കാണുന്നുണ്ട്, ഒറ്റപ്പെട്ട ഒരവസ്ഥ. പക്ഷെ എന്നിരുന്നാൽ കൂടെയും നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ അവർ തയ്യാറായാൽ അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കും. ഇവിടെ അവർ തിരിഞ്ഞു നോക്കുന്നില്ല, മറിഞ്ഞു വീണു പോയ 3 കപ്പിലേക്കാണ് അവരുടെ നോട്ടം. കണ്ടില്ല, നഷ്ടപ്പെട്ടതിനെ ഓർത്താണ്, നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ടു, അതിനെ ഓർത്ത് മാത്രമാണ് അവരിപ്പോൾ വിലപിക്കുന്നത്. നല്ലതുപോലെ ദുഃഖം അനുഭവിക്കുന്നുണ്ട്, ഏകാന്തത അനുഭവിക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട ഒരവസ്ഥ അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിൽ നിന്നും. മനസ്സിലായോ? ഇവിടെയോ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാടുണ്ടായിരുന്നു. ചിലപ്പോൾ വീട്ടിലായിരിക്കാം, സാഹചര്യമായിരിക്കാം, ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും ഉണ്ടായിരിക്കാം. ഇനി ഇതെല്ലാം കളയണം. അവർ വിചാരിക്കുന്നുണ്ട് ഇതെല്ലാം ഇവിടെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കണം, ഇതെല്ലാം തീർത്ത് വെക്കണം. നടുവൊടിഞ്ഞു, അവർക്ക് ഭാരം ചുമന്ന് നടുവൊടിഞ്ഞു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവരുടെ കുടുംബത്തിലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് മുഴുവനും ഇവരുടെ ചുമലിലായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അങ്ങനെയും വരാമല്ലോ. സാഹചര്യം ഏതാണോ അതനുസരിച്ച് എടുക്കണം. അപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 10 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 10 ഓഫ് സോഡ് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ 10 ഓഫ് വാൺസിന്റെ എനർജി. അപ്പോൾ ഇതിനെ ഒന്ന് താഴെ വെക്കാതെ പറ്റില്ല, ഇതിനെ ഒന്ന് കംപ്ലീറ്റ് ആക്കണം. ഈ പ്രശ്നങ്ങൾ ഇനിയൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് അവർക്ക് നേരെ നിന്ന് നിങ്ങളിലേക്ക് വരണം, നിങ്ങളിലേക്ക് ഒരു ക്ലാരിറ്റി തരണം. കണ്ട, ഇവിടെ ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്, നിങ്ങളിലേക്ക് ക്ലാരിറ്റി തരാൻ വരണം എന്ന് തന്നെയാണ്. എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും നിങ്ങളോട് പറയണം, തുറന്നു പറയണം, സംഭവിച്ചതൊക്കെ നിങ്ങളോട് പറയണം നല്ല സ്നേഹത്തോടു കൂടി. എന്നിട്ട് വീണ്ടും പുതിയ തുടക്കത്തിലേക്ക് വരണം. മനസ്സിലായോ? ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടായിരുന്നു നിങ്ങളുടെ കണക്ഷൻ. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇടയ്ക്ക് കുറെ കാലം കൊണ്ട് ഒരു കാര്യവും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അവർക്കും ശരിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നുമില്ല. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്നത് ഈ ഒരു അവസ്ഥയാണ്, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റിയിലേക്ക് വരണം. അത് നിങ്ങളോട് തുറന്നു പറയണം എന്നവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണം എന്നവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം. കിങ് ഓഫ് പെന്റക്കിൾസ്, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം, നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണം. മനസ്സിലായി? ക്ലാരിറ്റിയുടെ കാർഡാണ് ഇവിടെ സോഡ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇവിടെ പുതിയ തുടക്കമാകാം. മനസ്സിലായി? അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ അവര്. അപ്പോൾ ഒരു ക്ലാരിറ്റി തരണം, വ്യക്തത, എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി നിങ്ങളോട് സംസാരിക്കണമെന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നു. ഈ ഒരു സാഹചര്യത്തിലൂടെ അവരിപ്പോൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ഇത് നേരത്തെ തന്നെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന കണക്ഷനാണ്. നേരത്തെ തന്നെ നിങ്ങൾ 2 ഓഫ് കപ്സിന്റെ എനർജിയിലാണ്, നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ ആയിരുന്നു. പരസ്പരം റെസ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ പരസ്പരം സപ്പോർട്ട് ചെയ്ത് പരസ്പരം ഒന്ന് ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന എനർജി. ഒരാളിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ വേണം മുന്നോട്ട് പോകാൻ, ഇല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരെങ്കിലും ഈ ഒരു സ്നേഹം കണ്ടിട്ട് അസൂയ വരുത്തിയിട്ടായിരിക്കണം ഇടയിലേക്ക് കയറി വരുന്നത്.
മനസ്സിലായോ? അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം കണ്ടിട്ട് അവരുടെ വീട്ടുകാർ തന്നെ നിങ്ങൾക്കിടയിലേക്ക് വരാം. ഉടനെ ഇവിടെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം. എങ്ങനെ അവർ അങ്ങനെ അങ്ങ് സന്തോഷിച്ച് ജീവിച്ചാലോ? അത് പറ്റില്ല. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം. അങ്ങനെയാണ് ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒത്തുചേരും. 2 ഓഫ് കപ്സിന്റെ എനർജി വീണ്ടും നിങ്ങൾ ഒത്തുചേരും. നേരത്തെ തന്നെയുള്ള ഈ ഒരു കണക്ഷൻ വീണ്ടെടുക്കാൻ അവരിവിടെ ക്ലാരിറ്റിയുമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് ഒന്നുകൂടി നോക്കാവേ. പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ. പേജാണ് ചിലപ്പോൾ നിങ്ങളെക്കാൾ ഇളയ വ്യക്തിയാവാം. അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് ഒരു പ്രോമിസ് സെക്യൂർഡ് ലവ് ആണ്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു സെക്യൂരിറ്റി തരണം, നിങ്ങളെ ഒന്ന് സംരക്ഷിച്ചു കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുമായിട്ട് പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ സെക്യൂർ ചെയ്യണം, അതിനൊരു സെക്യൂരിറ്റി തരണം എന്നവർ ഇവിടെ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇത് ടെമ്പറൻസ് ആണ്, ബാലൻസ് ചെയ്ത് പോകണം. അവർ പലപ്പോഴും ചിന്തിക്കുന്നതാണ് നിങ്ങളുമായിട്ട് നിങ്ങളുടെ സ്നേഹത്തെ ബാലൻസ് ചെയ്ത് പോകണം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇംബാലൻസ്ഡ് ആണ്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇമോഷൻസിൽ ബാലൻസ്ഡ് ചെയ്ത് കൊണ്ടുപോകണം. ഇമോഷൻസ് ഒക്കെ ഇപ്പോഴെന്താണ്? ഇംബാലൻസിലായിരിക്കുകയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് എന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനി ബാലൻസ് ചെയ്ത് പോകണം, അതുപോലെ തന്നെ ദൈവാനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 3 ഓഫ് സോർഡിന്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ഉണ്ട്. ഇപ്പം 3 ഓഫ് സോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തെ നിങ്ങൾ തമ്മിലുള്ള ആ സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം, അതിനെക്കുറിച്ച് ഓർത്ത് അവർ നല്ലതുപോലെ വിഷമിക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു വ്യക്തി വന്നത് നിമിത്തമാണ് ഡീപ്പ് ഇഷ്യൂസ് ആൻഡ് ലവ് ട്രയാങ്കിൾ. നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തി, മൂന്നാമതൊരു വ്യക്തി കടന്നു വന്നത് നിമിത്തമാണ് ഈ ഒരു വിഷമം ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ. അടുത്തായിട്ട് 10 ഓഫ് പെന്റക്കിൾസ് ആണ്. നിറഞ്ഞ സ്നേഹത്തോടുകൂടി എല്ലാവരും കൂടെ കൂടിച്ചേരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ബോട്ടം വന്നിരിക്കുന്ന 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ അത് തന്നെയാണ്. കണ്ടില്ല, ഇവിടെ നിറഞ്ഞ സ്നേഹത്തോടുകൂടി സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് ഇവിടെ, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ വിട്ടുപിരിയാൻ അവരെ കൊണ്ട് ഒരിക്കലും പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ കാരണം കുടുംബം ഒന്നിച്ച്, കണ്ടില്ല ഇവിടെ കുടുംബത്തെയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കുടുംബം ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. അല്ല, നിങ്ങളെ മാത്രമല്ല അവർ സ്വീകരിക്കുന്നത്, കുടുംബം ഒന്നിച്ച്. നിങ്ങൾക്ക് കുടുംബം ഉണ്ടോ, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ള ബന്ധത്തിലായാലും, കപ്പിൾസിനിടയിലായാലും കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഫാമിലി. ഈ ഒരു ഫാമിലി കൂടെ ചേർത്ത് അവർ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളെ വിട്ടുപോയി കഴിഞ്ഞാൽ അതവിടെ ആ ഒരു സ്നേഹം നഷ്ടപ്പെടത്തില്ലേ. അതുകൊണ്ട് അതും കൂടെ ചേർത്ത് കൊണ്ടുപോകാനാണ് അവരിവിടെ ആഗ്രഹിക്കുന്നത്. നിറഞ്ഞ സന്തോഷം അവരാഗ്രഹിക്കുന്നു. നിറഞ്ഞ സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണമെന്ന് അവരിവിടെ ആഗ്രഹിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ. ഇതാണ് സാഹചര്യം. ഇതാണ് ഒറക്കൽ കാർഡ്സ്. ഇന്നർ വോയിസ് ഉണ്ട്. അവയർനെസ്, അഡ്വെഞ്ചർ, ഫൈറ്റ്. 4 കാർഡ്സ് എടുത്തിട്ടുണ്ട്, അത്രയും മതി. ഇനി പ്രശ്നങ്ങളെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്താണ് ഇനി നിങ്ങളിലേക്ക് വരാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഇവിടെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ അവർ തയ്യാറാണ്. മനസ്സിലായി. എന്നാലും നിങ്ങളിലേക്ക് വന്നേ മതിയാകൂ എന്നുള്ളതാണ്. ഇനി അഡ്വഞ്ചർ, ഏത് തരത്തിലുള്ള അപകടകരമായ സാഹചര്യങ്ങളായാലും അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ മറികടക്കണം. ഇവിടെ അപകടങ്ങളുണ്ട്, ചുറ്റിനും പല പ്രശ്നങ്ങളും ഉണ്ട്. കാരണം ഫാമിലി ഉണ്ട്, ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകും, പല കാര്യങ്ങളും നിങ്ങളുടെ ആയാലും അവരുടേതായാലും അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി ഇതിനെല്ലാം ഒന്ന് മറികടന്ന്
നിങ്ങളിലേക്ക് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അഡ്വഞ്ചറാണ്, അവയർനെസ്. അവർക്കൊക്കെ നല്ലതുപോലെ അവയർനെസ് ഉണ്ടായിരിക്കുന്നു, ഇന്നർ വോയിസ് ഉണ്ടായിരിക്കുന്നു. കണ്ടില്ലേ? ഇന്നർ വോയിസ് എന്തുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത്രമാത്രം അവസ്ഥ എന്ന് പറയുമ്പോൾ 10 ഓഫ് സോഡിൻ്റെ അവസ്ഥയാണ് നമ്മൾ ഫസ്റ്റിൽ തന്നെ കണ്ടത്. ഈ ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ അവിടെ നിന്ന് സ്പിരിച്വൽ വേയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ്. അത് നിങ്ങളായാലും നിങ്ങൾക്ക് ചിലപ്പോൾ ആത്മീയപരമായ കാര്യങ്ങളിലേക്കൊരു വരവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടുണ്ടാവണം. മനസ്സിലായി? അങ്ങനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും. കാരണം സോൾ രണ്ടും പ്യുവർ ആകുന്ന എനർജി വരും. കാരണം ഇവിടെ തിരിച്ചറിവ്, ഇന്നർ വോയിസ്. കണ്ടല്ലേ? ഇന്നർ വോയിസ് വരുമ്പോൾ എങ്ങനെയാണ്? ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ആത്മീയപരമായ പാതയിലൂടെ മുന്നോട്ട് വരുമ്പോഴാണ് ഇന്നർ വോയിസ് ഉണ്ടാകുന്നത്. അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ഇന്നർ വോയിസ് ഉണ്ടാകത്തില്ല. ഹൃദയം പരിശുദ്ധമാകണം. പല ചിന്തകളിൽ നിന്നും നിഷ്കളങ്കമായ ചിന്തകളിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് എന്താണ് ഇവിടെ ഇന്നർ വോയിസ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള വോയിസ് കിട്ടുന്നുണ്ട്. കാരണം അത് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴത്തിൽ. ഇവിടെ 2 ഓഫ് കപ്സ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് അത്രമാത്രം ഒരു ആത്മബന്ധമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവയർനെസ്. കണ്ടില്ലേ? ഇവിടെ അവയർനെസ്. അവർ മറ്റൊരു വ്യക്തിയായി മാറുകയാണ് ചെയ്യുന്നത്. കണ്ടില്ല? മുൻപുണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയായി നമുക്ക് അവയർനെസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ്? തിരിച്ചറിവ് അല്ലെങ്കിൽ ബോധോദയമൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്? പഴയ സ്വഭാവമായിരിക്കില്ല. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥ വല്ലാതെ വിഷമിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ വല്ലാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും, അതിൽ കുറ്റബോധം അനുഭവിക്കുന്നുണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് സ്പിരിച്വൽ വേയിലൂടെ വന്നു കഴിഞ്ഞ് ഇന്നർ വോയിസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത്. ഈ തിരിച്ചറിവുകൾ ഉണ്ടാകുമ്പോൾ പുതിയൊരു വ്യക്തിയായി മാറും. മനസ്സിലായോ? അങ്ങനെ പുതിയൊരു വ്യക്തിയായിട്ട് മാറിക്കഴിയുമ്പോഴാണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുപ്പം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ സോൾ പ്യുവർ ആകുന്നത്. അപ്പോൾ തന്നെ വീണ്ടും ഒന്നിച്ചു ചേരി. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് എന്താണ്? ഹീലിംഗ് ആണ്. കണ്ടില്ലേ? ഒരാൾ മറ്റൊരാൾക്ക് ഹീലർ ആവുന്ന എനർജി. അതായത് ഒരാൾ മറ്റൊരാളിന് സപ്പോർട്ട് ചെയ്യുന്നത്, കെയർ ചെയ്യുന്ന എനർജി. വീണ്ടും കൂടുതൽ സ്നേഹത്തോടു കൂടി അടുത്തു പോകുമ്പോൾ ഇവിടെ ഹീലിംഗ് സംഭവിക്കും. അങ്ങനെയാണ് പരസ്പരം മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് വീണ്ടും. അപ്പോൾ അങ്ങനെ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇവിടെ വരുന്നത് എന്നാണ് കാണുന്നത്. നമുക്ക് അവരുടെ മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കാം. ഇത് ഏഞ്ചൽസിന്റെ മെസ്സേജാണ്. എന്താ? എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗദർ. സെപ്പറേഷനാണ്. നിങ്ങളിപ്പോൾ സെപ്പറേഷൻ പീരീഡ് ആണല്ലോ. ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഈസ് ഓൺ ദ ഹോറിസോൺ. കണ്ടില്ലേ? ഇവിടെ ഞാൻ പറഞ്ഞല്ലേ, ഏഞ്ചൽസിൻ്റെ ഒരു ബ്ലെസ്സിങ്സും മെസ്സേജും ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ വല്ലാതെ ഒരു അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങളിലേക്ക് വരാൻ ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിലിവിടെ എൻജോയ് ദ ബ്ലെസ് ഓഫ് ഇറ്റ്. ഈ സമയത്ത് നിങ്ങളുടെ അനുഗ്രഹത്തിൽ എൻജോയ് ചെയ്യൂ എന്നുള്ളതാണ്. നിങ്ങൾ കൂടിച്ചേർന്ന് ഈ ഒരു സന്തോഷത്തിൽ എൻജോയ് ചെയ്യൂ എന്ന്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഈ ഒരു അനുഗ്രഹത്തിൽ, ദൈവാനുഗ്രഹത്തിൽ നിങ്ങൾ എൻജോയ് ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത്. ഏഞ്ചൽസിൻ്റെ മെസ്സേജ്. ഫ്രീ യുവേഴ്സ് സെൽഫ്, ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. ഇവിടെ എന്താണ്? പെട്ടിരിക്കുകയാണ്. കണ്ടില്ലേ? നിങ്ങൾ 10 ഓഫ് സോഡിൻ്റെ അവസ്ഥ വന്നില്ലേ? അവർ പെട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഫ്രീ ആവാൻ കഴിയണം. അതിൽ നിന്ന് അവർ ഫ്രീ ആകും, ഫ്രീ ആയിട്ട് വരും എന്നുള്ളതാണ്. തനിയെ ഫ്രീ ആവുമെന്നുള്ളതാണ്. തനിയെ കെട്ടിവെച്ചതാണ്. ഇവിടെ തനിയെ അപകടത്തിലേക്ക് ചാടി, തനിയെ ഒരു ബന്ധനത്തിലായി, തനിയെ കെട്ടിവെച്ച് ചില കാര്യങ്ങൾ. ഇനി അവിടെ നിന്ന് തനിയെ അഴിഞ്ഞു മുന്നോട്ട് വരണം, അല്ലേ? അവർ ചെന്ന് നിങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നത്തിൽ അവർ തന്നെ അകപ്പെട്ടുപോയി. അത് അവർ കള്ളം കാണിച്ചാണെന്ന് നമുക്കിവിടെ വന്നിട്ടുണ്ട്. 5 ഓഫ് സോഡിന്റെ എനർജി വന്നിട്ട് അവർ ഉള്ളിലെ കള്ളം കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി ആ കെട്ട് തനിയെ അഴിച്ചിട്ട് മുന്നോട്ട് വരിക. അതാണ് പറയുന്നത്. ഫ്രീ യുവേഴ്സ് സെൽഫ്, തനിയെ ഫ്രീ ആവൂ എന്നാണ് പറയുന്നത്. കീപ്പ് ഓപ്പൺ മൈൻഡ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണിത്. അതുകൊണ്ട് ഓപ്പൺ മൈൻഡായിട്ട് വേണം ഇനിയെങ്കിലും പെരുമാറാൻ. എല്ലാ കാര്യങ്ങളും ഇനി തുറന്നു പറയൂ.
അവരുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണോ അതനുസരിച്ച് പെരുമാറുക. മനസ്സിലായി? ഒരാളിൻ്റെ രണ്ടുപേർ തമ്മിലുള്ള കണക്ഷൻ ഇടയിൽ ഒരാളിൻ്റെ വികാരങ്ങളെ മാനിക്കുക തന്നെ വേണം. അത് മാനിച്ചിട്ട് അവർക്ക് സപ്പോർട്ട് ആവണം തീർച്ചയായിട്ടും. അല്ലാതെ മറ്റൊരാളിൻ്റെ മുൻപിൽ വെച്ച് കുറ്റം പറഞ്ഞ് കേൾപ്പിക്കുകയല്ല വേണ്ടത്. അവിടെയാണ് തകർന്നു പോകുന്നത്. ഇങ്ങനെ പാടില്ല. അവർക്ക് സപ്പോർട്ടാവണം. അവരിന് എന്തെങ്കിലും ഇനി അബദ്ധങ്ങളൊക്കെ പറഞ്ഞാൽ പോലും അവരെ സപ്പോർട്ട് ചെയ്ത് വേണം സംസാരിക്കാൻ. അത് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എക്സ്പ്രസ് യുവർ ലവ്. എന്നിട്ടോ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ലവ് എക്സ്പ്രസ് ചെയ്യണം. അതിന് മടി വിചാരിക്കരുത്. സ്നേഹമുണ്ട്, ഉള്ളിലാണ്. എനിക്ക് ഒത്തിരി സ്നേഹമാണ്. ചിലരൊക്കെ പറയും ഭയങ്കര സ്നേഹമാണ്. പക്ഷേ കാണുമ്പോൾ എന്താണ് മുഖം ഇങ്ങനെ വീർപ്പിച്ചിട്ട് അങ്ങനല്ല. കാണുമ്പോൾ കുറ്റം പറയുക, ഇതൊന്നുമല്ല. സ്നേഹം ഉള്ളിലുണ്ടോ അത് പ്രകടിപ്പിക്കാനുള്ളതാണ്, അല്ലാതെ ഒളിപ്പിച്ച് വയ്ക്കാനുള്ളതല്ല. അങ്ങനെ വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നാണ് പറയുന്നത്. മുന്നോട്ട് പോകൂ, ഈ ഒരു റൊമാൻറ്റിക് ലവിനെ നിങ്ങൾ പ്രകടമാക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്നേഹത്തെ പ്രകടിപ്പിച്ച് തന്നെ മുന്നോട്ട് വരൂ എന്ന് പറയുന്നുണ്ട്. നമുക്കിനി 5-6 ക്ലൂസും കൂടെ ഒന്ന് എടുക്കാവേ. കുറച്ച് ക്ലൂസ് എടുക്കാം. മാർച്ച് മന്താണ് വന്നിരിക്കുന്നത്. നമ്പർ 1 വന്നിട്ടുണ്ട്. ജനുവരി മന്ത് വന്നിട്ടുണ്ട്. വയനാട് വന്നിട്ടുണ്ട്. വയനാട്ടിലുള്ളവരാരെങ്കിലും ഒക്കെ കാണുമല്ലോ. ലെറ്റർ ടി, ലെറ്റർ യു, ലെറ്റർ ഒ, ലെറ്റർ പി, ഓഗസ്റ്റ് മന്ത്. ലിബ്ര തുലാമാസം. ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ. നമ്പർ 2 സെപ്റ്റംബർ മന്ത്. ഒക്ടോബർ മന്ത്. ലെറ്റർ ഐ, ലെറ്റർ ജെ, ലെറ്റർ സി, ലെറ്റർ ഡി. നമ്പർ 5 സോഡിയാക് സൈൻ ഏരീസ്, മേടമാസം. അശ്വതി, ഭരണി, കാർത്തിക, കാൽ. സോഡിയാക് സൈൻ ക്യാൻസർ, കർക്കിടക മാസം. പുണർത്തം, കാൽ, പൂയം, ആയില്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലൂസ്. ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വന്നിരിക്കുന്ന കാർഡിനനുസരിച്ചുള്ള കാര്യങ്ങളും ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസിനനുസരിച്ചുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ പേഴ്സണലായിട്ട് റീഡിങ്ങിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ കാൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.